ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാണ്. ചിത്രകൂടം ദേശത്തെ രാജാവായിരുന്നു ചിത്രസേനൻ. അദ്ദേഹം വീരപരാക്രമിയെന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വൈഭവം പ്രകീർത്തിക്കപ്പെട്ടതും പ്രശംസിക്കപ്പെട്ടതുമാണ്. ആ നാട്ടിലെ ഒരു മുക്കുവനായിരുന്നു ഫൽഗുണൻ. ഫൽഗുണൻ ഒരിക്കൽ മത്സ്യബന്ധനത്തിനായി പോയപ്പോൾ തൻ്റെ ചൂണ്ടയിൽ ഭാരിച്ച എന്തോ കുടുങ്ങി. ഫൽഗുണൻ പ്രയാസപ്പെട്ട് അത് വലിച്ചെടുത്ത് തൻ്റെ വഞ്ചിയിലോട്ടിട്ടു. ടപ്പ് എന്ന സൗണ്ടോടുകൂടി വഞ്ചിയിൽ വീണ അത് ഒരു മത്സ്യമായിരുന്നില്ല, മറിച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ മൺകുടമാണെന്ന് ആയിരുന്നു. വീഴ്ചയിൽ തന്നെ ആ മൺകുടം പൊട്ടിപ്പോയി. ആരുടെയോ മരണശേഷം അന്ത്യാഷ്ട ക്രിയകൾ ചെയ്ത് നദിയിലൊഴുകിയ കലശമാണല്ലോ അത്. താൻ അറിയാതെയാണെങ്കിലും അത് പൊട്ടിച്ചു കളഞ്ഞല്ലോ, ഇതൊരു അപരാധമായി പോയി എന്നൊക്കെ ഫൽഗുണൻ ആലോചിച്ചു. സാരമില്ല, തിരിച്ചെടുത്ത നദിയിലേക്ക് തന്നെ ഒഴുക്കാം ഫൽഗുണൻ തീരുമാനിച്ചു. ഫൽഗുണൻ അത് എടുക്കാനായി തുടങ്ങിയപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിൽ ആ തുണികൾക്കിടയിലൂടെ തിളക്കമുള്ള പല വസ്തുക്കളും അതിനകത്ത് കാണപ്പെട്ടു. ഫൽഗുണൻ്റെ ജിജ്ഞാസ കൂടി. ഫൽഗുണൻ ആ തുണിക്കെട്ട് തുറന്നു നോക്കി. അത് അന്ത്യേഷ്ടികർമ്മം ചെയ്ത കലശമല്ല, മറിച്ച് അതൊരു നിധി കുംഭം ആയിരുന്നു എന്ന് ഫൽഗുണന് മനസ്സിലായി. ഫൽഗുണൻ സന്തോഷവാനായി തൻ്റെ വളരെ നാളത്തെ പ്രാർത്ഥനയും കഠിനാധ്വാനവും ദൈവം കേട്ടിരിക്കുന്നു. അയാൾ മത്സ്യബന്ധനം നിർത്തി ആ കിട്ടിയ നിധി ഭദ്രമായി പൊതിഞ്ഞെടുത്തുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ വ്യാകുലതയായി. അടച്ചുറപ്പുള്ള വീടല്ല, ഇതിവിടെ എങ്ങനെ സൂക്ഷിക്കും? ഫൽഗുണൻ ഉടനെ തന്നെ നല്ലൊരു കുടത്തിനകത്ത് അതെല്ലാം അടുക്കി മറ്റൊരു തുണി കൊണ്ട് കെട്ടി തൊട്ടടുത്തുള്ള വനത്തിൽ പോയി. ഇവിടെ മറ്റ് സസ്യങ്ങൾക്കൊപ്പം ഊരകം എന്ന ഒരു ഔഷധ ചെടിയും ഉണ്ടായിരുന്നു. തിരിച്ചറിയുന്നതിലേക്കായി ഫൽഗുണൻ ഈ നിധി ഊരകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു, കള്ളന്മാരിൽ നിന്നും ഭദ്രമാക്കി. പക്ഷേ നിധി അവിടെ തന്നെ ഉണ്ടോ എന്നറിയാനായി ഫൽഗുണൻ ഇടയ്ക്കിടയ്ക്ക് വനത്തിൽ പോയി നോക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഫൽഗുണൻ വനത്തിലെത്തി. ഊരകച്ചെടിയുടെ മൂട്ടിൽ കുഴിച്ചു നോക്കിയെങ്കിലും തൻ്റെ നിധി ആരോ കൊണ്ടുപോയതായി ഫൽഗുണന് മനസ്സിലായി. ഫൽഗുണന് തലകറങ്ങുന്നതായി തോന്നി. കുറച്ചു നേരം അതിൻ്റെ ചുവട്ടിൽ തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ ആലോചിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ഫൽഗുണന് ബുദ്ധി തോന്നിയത്. ഈ വിവരം എന്തായിരുന്നാലും മഹാരാജാവിനെ ധരിപ്പിക്കാം. പിറ്റേ ദിവസം ഫൽഗുണൻ രാവിലെ തന്നെ കൊട്ടാരത്തിലേക്ക് പോയി. അന്ന് കൊട്ടാരത്തിലെ ദർബാറുണ്ട്. അതിനുശേഷം രാജാവ് പ്രജകളെ കാണുന്ന പതിവുണ്ട്. ഫൽഗുണൻ അവിടെ എത്തി താൻ രാജാവിന് മുഖം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജാവ് വിളിച്ചതനുസരിച്ച് ഫൽഗുണൻ ചെന്നു. ഫൽഗുണൻ നടന്ന കാര്യങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിച്ചു. രാജാവ് കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഫൽഗുണ, നമ്മൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം. തീർച്ചയായിട്ടും തൻ്റെ ഭടന്മാർ ഈ കള്ളനെ കണ്ടുപിടിക്കും. അപ്പോൾ തൽക്കാലം ഫൽഗുണൻ വീട്ടിൽ മടങ്ങിപ്പോക്കോളൂ. ഫൽഗുണന് തെല്ലൊരു ആശ്വാസമായി അയാൾ മടങ്ങിയെത്തി. ആഴ്ച ഒന്ന് കഴിഞ്ഞു. രാജകൊട്ടാരത്തിൽ നിന്നും ഒരു അറിയിപ്പും ഉണ്ടാകുന്നില്ല. എന്താണ് എന്ന് അന്വേഷിക്കാം എന്ന് തീരുമാനിച്ച് ഫൽഗുണൻ വീണ്ടും കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിയിൽ വെച്ച് തന്നെ ഫൽഗുണന് വാർത്ത കിട്ടി. മഹാരാജാവിന് 3-4 ദിവസമായി വിട്ടുമാറാത്ത തലവേദനയാണ്. അദ്ദേഹം നാട്ടിലുള്ള വൈദ്യന്മാരെയെല്ലാം
ചികിത്സയ്ക്കായി വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിബന്ധന അനുസരിച്ച് വൈദ്യന്മാർ അവസാനമായി ചികിത്സിച്ച് ഭേദമാക്കിയ രോഗിയെയും ഉപയോഗിക്കുന്ന കഷായവും മരുന്നുകളും ഉണ്ടാക്കുന്ന ആളിനെയും അവയ്ക്കാവശ്യമായ ഔഷധ സസ്യങ്ങൾ കൊണ്ടുകൊടുക്കുന്ന ആളിനെയും മരുന്നിൻ്റെ കൂട്ടും എല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം വൈദ്യനെ നിശ്ചയിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളായി അവിടെ പല വൈദ്യന്മാരും വരുന്നുണ്ട്. ഇതുവരെയും ആരെയും രാജാവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്നും ബൽഗുണന് അറിഞ്ഞു. ബൽഗുണൻ മനസ്സിൽ വിചാരിച്ചു, തൻ്റെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാനാണ്. മടങ്ങി വീട്ടിൽ പോയി. പക്ഷേ രാജാവ് രാജകൊട്ടാരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം കൊട്ടാരത്തിലെത്തിയ വൈദ്യൻ താൻ അവസാനം ചികിത്സിച്ച രോഗിയെയും തൻ്റെ മരുന്നിൻ്റെ കൂട്ടുകളും എല്ലാം രാജാവിനോട് പറഞ്ഞു. രാജാവ് ശ്രദ്ധിച്ചപ്പോൾ അതിൽ ഊരകത്തിൻ്റെ വേര് ഉണ്ട് എന്ന് രാജാവ് കണ്ടു. അപ്പോൾ ഈ മരുന്നുകളെത്തിക്കുന്ന ഗ്രാമീണനെ വൈദ്യൻ രാജാവിനെ കാണിച്ചു. രാജാവ് ഉടനെ തന്നെ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, നീ എടുത്തുകൊണ്ടുപോയ നിധി എത്രയും പെട്ടെന്ന് എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരിക. സത്യത്തിൽ ഗ്രാമീണൻ അതിശയിച്ചു പോയി. ഇരു ചെവി അറിയാതെ വളരെ രഹസ്യമായിട്ടാണ് അയാൾക്ക് നിധി കിട്ടിയത്. അയാളത് ആരോട് പറഞ്ഞു പോലുമില്ല. രാജാവിന് ഇതെങ്ങനെ മനസ്സിലായി? ഉടനെ തന്നെ രാജാവ് കൽപ്പിച്ചു, ഭടന്മാരുമൊത്ത് വീട്ടിൽ പോയി ആ നിധികൾ എടുത്തുകൊണ്ട് വരിക. ആ ഗ്രാമീണൻ ഭടന്മാരുമൊത്ത് പോയി വീട്ടിൽ നിന്നും നിധി എടുത്തുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. എന്നിട്ട് അയാൾ താഴ്മയോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഊരകത്തിൻ്റെ വേര് എടുക്കുവാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഞാൻ മോഷ്ടിച്ചതല്ല. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്ന നിധിയായതുകൊണ്ട് തന്നെ ഞാൻ ആരോടും അത് പറഞ്ഞില്ല. ഞാൻ മോഷ്ടിച്ചതല്ല. എന്നെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞു. രാജാവ് അയാളുടെ നിഷ്കളങ്കത്വം മനസ്സിലായ രാജാവ് അയാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി. ഉടനെ തന്നെ ബൽഗുണനെ കൊട്ടാരത്തിലെത്തിച്ചു. വീണ്ടെടുത്ത നിധി രാജാവ് അടയാളങ്ങൾ ചോദിച്ചറിഞ്ഞ് ബൽഗുണന് കൈമാറി. അങ്ങനെ ബൽഗുണനും വൈദ്യരും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ അവരുടെ രാജാവിൻ്റെ ബുദ്ധിവൈഭവത്തെ വാഴ്ത്തി. ശക്തിയും ആക്രമണകാരിയുമൊന്നുമല്ല, ഒരാളുടെ ബുദ്ധിവൈഭവമാണ് ഒരാളെ കീർത്തിമാനാക്കുന്നത് എന്നതാണ് ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാങ്ങും. സ്വസ്തി പ്രജാഭ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹേഷ്. ബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.